ബ്രോ എനിക്കിത് നിങ്ങളോട് റിയലി പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് സൂയിസൈഡ് തോട്ട് വരെ വന്നിട്ടുണ്ട് ഈ ഒരു കാര്യം ഞാൻ മിസ് ചെയ്തുകൊണ്ട്. നിങ്ങളുടെ അങ്കിൾ ഉണ്ടല്ലോ, അങ്കിളിന്റെ കൂട്ടം അവന്മാരുടെ കൂട്ടുള്ള ആൾക്കാരല്ല. നമ്മൾ സത്യത്തിൽ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ നമുക്ക് എനർജി ഇല്ല. നമുക്ക് എന്ത് കാര്യം ചെയ്താലും അത് ഡിസ്ട്രോയിഡ് ആയി പോകുന്നു, നമുക്ക് ഫോക്കസ് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലങ്ങളും നമുക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. സമയം ഇപ്പം രാവിലെ 3 മണിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ബൈക്കിൽ ഇങ്ങനെ ഒരിടം വരെ പൊയ്ക്കൊണ്ടിരിക്കുക. പിച്ച് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പിച്ച് ബ്ലാക്ക്, അത്രമാത്രം ഇരുട്ടാണ്. നമുക്ക് വെളിയിലുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ നല്ലവണ്ണം സമാധാനത്തിലൊന്ന് ഉറങ്ങിയിട്ട് 2 മാസമായി ഞാൻ ആമസോണിൻ്റെ വെയർ ഹൗസിൽ പട്ടിയെപ്പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുക. രാവിലെ 3 മണിക്ക് അവിടെ ചെന്നാൽ 4 മണിക്കൂർ അവിടെ വർക്ക് ചെയ്യണം. 7 മണിയാകുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. 4 മണിക്കൂർ അവിടെ കിടന്ന് പട്ടിയെപ്പോലെ പണിയെടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്നും രാവിലെ 3 മണിക്ക് എണ്ണിച്ചിട്ട് രാത്രിയിൽ ഇരുട്ടത്ത് ഒരു വഹ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സമയത്ത് നിങ്ങളൊരിടത്ത് ജോലിക്ക് പോകുന്ന അവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അതും നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, അതും നിങ്ങളുടെ ഫിസിക്കലി ഭയങ്കരമായിട്ട് നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ഒരു അവസ്ഥ. അതെനിക്ക് സംഭവിച്ചുകൊണ്ട് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷെ ഞാൻ എന്നും രാത്രി കിടക്കുമ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത്രമാത്രം എനിക്ക് ഉറക്കം കിട്ടാത്തതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്തൊരു സമയം ഉണ്ടായിട്ടില്ല. എനിക്ക് എന്നും രാത്രി വരുന്ന തോട്ട് എന്തുവാണെന്നറിയാമോ? രാത്രി കിടക്കുന്ന സമയത്ത്, ദൈവമേ നാളെ ഉറപ്പായിട്ടും ഞാൻ രാവിലെ എണ്ണിക്കാതിരുന്നായിരുന്നെങ്കിൽ. അത്രമാത്രം പെയിൻ ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള തോട്ടാണ് രാത്രി കിടക്കുമ്പോൾ എനിക്ക് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു 2-3 മാസം ഉറങ്ങിയ സമയം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എല്ലാ ദിവസവും മിനിമം ഒരു 4 മണിക്കൂർ അല്ലെ 5 മണിക്കൂർ കിട്ടിയ ഭാഗ്യമായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ബ്രോ. ഞാൻ ഒരു ദിവസം ഒരിക്കലും മറക്കത്തില്ല. ഞാൻ ഒരു ദിവസം രാവിലെ 3 മണിക്ക് എണ്ണിച്ചിട്ട് ഞാൻ ബാത്റൂമിൻ്റെ ഡോർ തുറന്നു, ഞാൻ ലൈറ്റ് ഓൺ ആക്കി, ഞാൻ എൻ്റെ ഫേസിലോട്ടൊന്ന് കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. ബ്രോ ഞാനിവിടെ എറണാകുളത്ത് വരുന്നതിന് മുമ്പ് നിന്നൊരാളും ഞാനും തമ്മിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം എനിക്ക് തോന്നി. ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം. എൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് നശിക്കുന്നതിൻ്റെ കൂട്ട് എനിക്ക് തോന്നി. എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് അൺഹെൽത്തി ആവുന്നതിൻ്റെ കൂട്ട് എനിക്ക് തോന്നി. എൻ്റെ ബിയർഡെല്ലാം ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് വളഞ്ഞു. ഒരു ഗ്രൂം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി ആ ദിവസം എനിക്ക് സുഖിയും കൂടെ ഓടാൻ പോകുന്നുണ്ട്. ഞാൻ അതും ചെയ്യുന്നുണ്ടായിരുന്നു ബ്രോ. ആ സമയത്ത് ശരിക്കും എനിക്ക് എൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്കൊരു കാര്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആരോടും ഈവൻ നല്ലവണ്ണം ഒന്ന് ചിരിച്ച് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഉറങ്ങുന്നത് മിനിമം ഒരു 7 hours സ്ലീപ്പെങ്കിലും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡീപ്പ് സ്ലീപ്പ് എന്ന് വെച്ചാൽ പോത്ത് വന്ന് കുത്തിയാൽ പോലും എണ്ണിക്കത്തില്ല. അത്രമാത്രം ഡീപ്പ് സ്ലീപ്പാണ് ഞാനിപ്പോൾ എൻ്റെ ബോഡിക്ക് കൊടുക്കുന്നത്. കാരണം അതിനകത്ത് നിന്ന് എനിക്ക് റിക്കവറിയേ പറ്റൂ. ഞാൻ പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടില്ല. ഒരു 80% ഞാൻ റിക്കവർ ആയിട്ടുണ്ട്. ഇനി ഒരു 20% കൂടെ എനിക്ക് അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്യണം. കാരണം അത്രമാത്രം ഒരു ഡാർക്ക് ഏജിൽ കൂടെയാണ് ബ്രോ ഞാൻ പോയത്. ഞാൻ ഒരിക്കലും അവിടെ നിങ്ങൾ എൻ്റെ സ്ഥാനത്തിൽ വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അത്രമാത്രം ഡാർക്ക് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ബ്രോ. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ സ്ലീപ്പ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സ്ലീപ്പിന് ഒരു വാല്യൂ കൊടുക്കുന്നില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാത്രി, അല്ലെങ്കിൽ നിങ്ങൾ റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കമില്ലാതെ രാത്രി ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, വല്ല ആനിമയോ കൂനിമയോ അല്ലെ മൂവിയോ ഒരു പ്രയോജനമില്ലാത്ത ഇതുപോലെ പൊട്ടത്തരമാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഇപ്പോൾ നിർത്തിക്കോ. ബ്രോ, ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, ഇപ്പോൾ ബ്രോ അത് നിർത്തിക്കോ. ഇതുപോലെ നമ്മുടെ ഹെൽത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നൊരു കാര്യം നിങ്ങൾ വേറെ ചെയ്യാനില്ല. കാരണം നിങ്ങളുടെ സ്ലീപ്പിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്യുവർലി ഒരു റാഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെന്ന് നിങ്ങൾ സൊസൈറ്റിയോട് തന്നെ വിളിച്ചു പറയുകയാണ് ബ്രോ. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പിന് ഉള്ളത്. നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷേ നിങ്ങൾക്കൊരു റാറ്റ് ബ്രെയിൻ ഉള്ളത് കൊണ്ട്, നിങ്ങളെ പോലും നിങ്ങളുടെ എയിമിനും ഗോളിനും പോലും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കാത്ത ആ റാറ്റ് ബ്രെയിൻ നിങ്ങൾക്കുണ്ടായത് കൊണ്ട് നിങ്ങൾ ഇപ്പോഴും സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇപ്പോഴും അതേ മൈൻഡ് സെറ്റിൽ, അതേ റാറ്റ് ഹോളിൽ തന്നെ കിടക്കുന്നു, അതേ എലിപ്പട്ടിയിൽ തന്നെ കിടക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ സ്ലീപ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പൊ ചിലവന്മാർ പറഞ്ഞിട്ട്, ഓ ബ്രോ സ്ലീപ്പ് അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കാര്യം, സ്ലീപ്പ് അത്രയൊന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ അത്ര ഒരു 4 മണിക്കൂറൊക്കെ ഞാൻ ഉറക്കം, ഞാൻ ഭയങ്കരമായിട്ട് രാത്രി ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ബ്രോ, റാഡ് മൈൻഡ് സെറ്റ് ആണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതാണ് നിങ്ങളുടെ പോയിന്റ് എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് ചാർജ് ചെയ്യാതെ എത്ര നേരം ഉപയോഗിക്കാൻ പറ്റും?
എത്ര നേരം ഉപയോഗിക്കാൻ പറ്റും? അതൊരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിയിൽ പെട്രോൾ അടിക്കാതെ എത്ര നേരം ആ വണ്ടി നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും? അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സെയിം സാധനം തന്നെ നിങ്ങൾ എത്ര നേരം ഫുഡ് കഴിക്കാതെ നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഹാർഡ് ആയിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സെയിം കാര്യം തന്നെയാണ് നിങ്ങളുടെ സ്ലീപ്പ് എന്ന് പറഞ്ഞത്. ഇതൊരിക്കലും നമ്മുടെ സൊസൈറ്റി ഉള്ളമാരോ നമ്മുടെ ടീച്ചർമാരോ ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തരത്തില്ല. നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കണം, അവരുടെ കൂട്ടുള്ള ഒരു റാറ്റ് ലൈഫ് അല്ല നമ്പർ 1. അതാണ് നമ്മുടെ നമ്പർ 1 കണ്ടീഷൻ. അവരുടെ കൂട്ടുള്ള ഒരു റാറ്റ് ലൈഫ് അല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് വേറൊരു വഴിയും ഇല്ല ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യാൻ. ബ്രോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഡ്രീം ആയിട്ടുള്ള ലൈഫ് അച്ചീവ് ചെയ്യാനുണ്ട്. അതിന് കേപ്പബിലിറ്റി ഉണ്ട്, അതിന് ഇൻഫോർമേഷൻ നമുക്കുണ്ട്. നമ്മൾ ഒരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. വി നീഡ് ടു ടേക്ക് ആക്ഷൻ. ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഐ ബിലീവ് ഇൻ യു. ബ്രോ, ഇതൊരിക്കലും നിങ്ങളൊരു ഫണ്ണി വീഡിയോ ആയിട്ട് എടുക്കരുത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ബ്രയൻ ജോൺസൺ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് 7 hours കുറവാണ് സ്ലീപ്പ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹൈ പെർസെൻറ്റേജ് ഓഫ് ചാൻസ് ആണ് ക്യാൻസർ അതുപോലുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ. ഇത് റിയലി പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ ഹെൽത്തിനെ അത്രമാത്രം ഒബ്സസ് ചെയ്തിരിക്കുന്ന ഒരാൾ പറഞ്ഞ കാര്യമാണ്. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ്. എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ സ്ലീപ്പിനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത്? എനിക്കറിയാം, ഇപ്പൊ എക്സാമിന് വേണ്ടി നിങ്ങൾ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, ഐ ഗെറ്റ് ഇറ്റ്. നമ്മളെല്ലാവരും ഒരിക്കലും നമ്മുടെ പഠിപ്പി ഫ്രണ്ട്സിന്റെ കൂട്ട് നേരത്തെ എല്ലാം പഠിച്ചു വെച്ചിരുന്ന ഒരാളൊന്നും അല്ല, റൈറ്റ്? എക്സാമിന് ടൈമിലായിരിക്കും പഠിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ അതെനിക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ആ സമയത്ത് അത് ചെയ്താൽ പോലും നിങ്ങളൊരു റിക്കവറി ടൈം കൊടുക്കണം. നിങ്ങൾ നല്ലവണ്ണം സ്ലീപ്പ് കൊടുത്തേ പറ്റൂ. ബ്രോ, ഇപ്പോഴും നിങ്ങൾക്ക് സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നമ്പർ 1 മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങൾ സ്ലീപ്പ് നിങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ. നിങ്ങൾ പെട്ടെന്ന് മരിക്കും, നിങ്ങളുടെ ലുക്ക് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടും, നിങ്ങൾക്ക് മുടിവഴിച്ചിലും അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഒരു കാര്യം കണ്ടിന്യൂസ്ലി ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉണ്ടാവും, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റായിട്ട് നിങ്ങളുടെ ബോഡിയിൽ ഡൈജസ്റ്റ് പോലും ആകത്തില്ല, നിങ്ങൾക്കൊരു അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, ആൻഡ് യു വിൽ ബി മിസറബിൾ ലൈക്ക് എ റാറ്റ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാം. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ലീപ്പ് അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വരാൻ പറ്റും. ബ്രോ, നമ്പർ 1 നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുറേ ഇൻഫോർമേഷൻ ഉണ്ട് രാത്രിയിൽ. എങ്ങനെ നമ്മുടെ ഫോൺ കാരണം നമ്മൾ ഡിസ്ട്രോയ് ആയി ഡിസിപ്ലിൻ ഇല്ലാതെ നശിച്ചിരിക്കുന്ന സമയമാണ് രാത്രി. കാരണം നമ്മളെല്ലാം ചെയ്യാനുള്ള വർക്കോ എല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ച് നല്ല ഇത് ബൊമ്മ വയറും കൊണ്ടിരിക്കുക, റൈറ്റ്? അപ്പൊ നമുക്ക് എന്താ പെട്ടെന്ന് ഉറങ്ങാൻ വരത്തില്ല, റൈറ്റ്? ഉറക്കം വരാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫോൺ കാണാം, അല്ലെങ്കിൽ കുറച്ചൊരു റീല് കാണാം, ഇങ്ങനെ തുറണ്ടിക്കൊണ്ടിരിക്കും എത്ര നേരം. എന്നിട്ട് എല്ലാവരും, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഉറങ്ങുന്നത് എങ്ങനെയാണെന്നറിയാം? ഇതാണ് ഇതിനകത്ത് ഡാർക്ക് ട്രൂത്ത്. 12 മണി സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ആയിട്ട് മതി എന്ന് പറഞ്ഞ് തന്നെത്താനെ ഉറങ്ങും. അങ്ങനെയാണ് ഉറങ്ങുന്നത് എല്ലാവരും. നമ്മൾ കറക്റ്റായിട്ടൊരു സ്ലീപ്പ് പാറ്റേൺ പോലും അവിടെ ഇല്ല. നമുക്ക് ഒരു റിം സ്ലീപ്പോ അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് പോലും അവിടെ നമുക്ക് കിട്ടുന്നില്ല. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. എത്രമാത്രം ഡാമേജ് ആണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിസ്ട്രാക്ഷൻ എല്ലാം നിർത്തുക. എങ്ങനെ നിങ്ങൾക്ക് അത് നിർത്താൻ പറ്റും? നിങ്ങളൊരു ടൈം പുട്ട് ചെയ്യുക. ഓക്കെ, ഇത്ര സമയമാകുമ്പം ഞാൻ ഫോണിൽ നോക്കുന്നത് നിർത്തും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, ഞാൻ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, ചില ദിവസങ്ങളിൽ ജസ്റ്റ് നമ്മുടെ ഫോൺ എടുക്കുക, ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് എടുക്കുക, അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, ഹെഡ്സെറ്റ് വല്ലതും വെക്കുക, ഒരു ചെറിയ ലോഫി ആയിട്ടുള്ളൊരു മ്യൂസിക് പ്ലേ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് നടക്കുക. നിങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ തന്നെത്താനെ ഉറങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ സെയിം ആൾ തന്നെ ഒരു റാഡ് മൈൻഡ് സെറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നത് എന്താ പറയുക? ഇതേ സെയിം ആൾ തന്നെ രാത്രി ഭയങ്കര ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര നമ്മുടെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന, ഭയങ്കര ഇങ്ങനെ ഓരോരുത്തന്മാർ തുള്ളുന്ന, ഭയങ്കര നമ്മളെ ട്രിഗർ ചെയ്യുന്ന, ഭയങ്കര ഡോപ്പമിൻ ഹിറ്റ് തരുന്ന വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് എങ്ങനെ പിന്നെ ഉറങ്ങാൻ പറ്റും? നമ്മുടെ ബ്രെയിൻ എങ്ങനെ കാം ആവും ഉറങ്ങാൻ വേണ്ടി, സ്ലീപ്പിന് വേണ്ടി? ആ ഹോർമോൺ നമുക്കപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, നമ്മുടെ സ്ലീപ്പിന്റെ ഹോർമോൺ. ദാറ്റ് ഇസ് എ നമ്പർ 1 മിസ്റ്റേക്ക്. ഒരിക്കലും അതിനി നിങ്ങൾ ചെയ്യരുത് ബ്രോ. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, ടീച്ച് യുവർ ബോഡി
ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്. സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ പഠിപ്പിക്കുക. അതെങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും? അത് നിങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് സമാധാനത്തിൽ ഈ ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങും എല്ലാം മാറ്റി വെച്ചിട്ട്, ഞാനിപ്പോൾ എങ്ങനെ ചെയ്യണം, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിപ്പോൾ പഠിക്കാനുണ്ട്. ഓക്കെ, എനിക്ക് പഠിക്കാനുണ്ട്. പഠിക്കുന്ന പിള്ളേരുടെ കാര്യം ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ, അത് അവർ ഇതിനകത്ത് വന്നിട്ട് വിഷമിക്കണം, അയ്യോ ബ്രോ എനിക്ക് കിട്ടത്തില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ റിക്കവറി ടൈം കൊടുക്കുക. നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞിട്ടായിരിക്കും, നിങ്ങൾ റിക്കവറി ടൈം കൊടുക്കണം. അല്ലെങ്കിൽ റൈറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് എന്താണെന്ന് ബോഡിക്ക് മനസ്സിലാവണം. അത് കിട്ടിയാൽ മാത്രമേ ബോഡിക്ക് മനസ്സിലാവും, ഓക്കെ, ഇത്രമാത്രം നല്ല കാര്യമാണ് സ്ലീപ്പ്. നിങ്ങൾ തന്നെ ചോദിക്കും, നിങ്ങൾ തന്നെ സ്വയമായിട്ട് നിങ്ങളോട് ചോദിക്കും, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പം, ദൈവമേ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ലൈഫിൽ മിസ് ചെയ്തത് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല ഒരു കർട്ടൻ നിങ്ങളുടെ റൂമിലുണ്ടെങ്കിൽ, ഇപ്പോൾ കർട്ടൻ ഒന്നും മേടിക്കാൻ പൈസ ഇല്ല ബ്രോ, എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട്, ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ റൂം നല്ല ഡാർക്ക് ആക്കുക. ഈവൻ നിങ്ങൾക്ക് തന്നെ വെളിയിലോട്ട് നോക്കി ഒരു സാധനം കാണാൻ പറ്റില്ല, അതുപോലെ നല്ല രീതിക്ക് ഡാർക്ക് ആക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്, ഇപ്പം നിങ്ങൾ മേളത്തെ നിലയിലൊക്കെ കിടക്കുന്നതെങ്കിൽ, എനിക്ക് വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങളുടെ റൂമിന്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കാം ഡൗൺ ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ റൂമിന്റെ ടെമ്പറേച്ചർ നല്ല തണുത്തിരിക്കണം. അതിപ്പോൾ എ സി ഇല്ല ബ്രോ, എ സി ഇല്ല, അതൊന്നും വേണ്ട, എ സിയും കൂസിയും ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയം എപ്പോഴാണെന്ന് അറിയാം, അതിനു മുമ്പ് നിങ്ങളൊന്ന് വാതിലൊക്കെ ഒന്ന് തുറന്നിടുവോ, ജനലൊക്കെ ഒന്ന് തുറന്നിടുവോ, ഫാൻ അതിന് മുമ്പ് ഇടുവോ, എങ്ങനെയാന്ന് വെച്ചാലും നിങ്ങളുടെ ബെഡ് നിങ്ങൾ കിടക്കുമ്പം, നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് നല്ല കാം ആയിരിക്കണം, നല്ല കൂളായിരിക്കണം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെങ്കിൽ നമ്പർ 1 നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ കിടക്കുന്നതിന് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പെങ്കിലും, ഞാൻ ഭയങ്കര ലിമിറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്, ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് ജൂ 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 എന്ന് അടിക്കുന്നത് നമ്മൾ നിർത്തിയേക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ ഒരു കാര്യമാണ്, ബ്രോ എന്തൊക്കെ ടിപ്പാണ് ഞാൻ തരുന്നത്, നിങ്ങളുടെ ഫോൺ എടുക്കുക, അതിനകത്ത് റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. റെഡ് ലൈറ്റ് ഡിഫോൾട്ട് ചെയ്ത് നമ്മുടെ ഫോണിൽ വെക്കാൻ പറ്റും. എങ്ങനെ? പ്ലേ സ്റ്റോറിൽ പോയിട്ടുള്ള ആപ്പ് ഉണ്ട്, ട്വിൻ ലൈറ്റോ അങ്ങനെ ഉണ്ടെന്ന് പേര്, ജസ്റ്റ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക, റെഡ് ലൈറ്റ് എന്ന് അടിച്ചാൽ മതി, ഫോണിൽ ഡിഫോൾട്ട് ചെയ്തായിട്ട് വെക്കാൻ പറ്റും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ബ്ലൂ ലൈറ്റ് ആണ് എസ്പെഷ്യലി നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കി വെക്കുന്നത്. സോ അത് നമുക്ക് അപ്പം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ബുക്ക് വായിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ റിം ലൈറ്റിലായിരിക്കണം നമ്മൾ ബുക്ക് വായിക്കേണ്ടത്. നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്ലീപ്പ് ഓട്ടോമാറ്റിക്കലി കിട്ടും. അതുപോലെ തന്നെ ബ്രോ, നമുക്ക് ഡീപ്പ് സ്ലീപ്പ് എങ്ങനെ കിട്ടണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും? ബ്രോ ഡീപ്പ് സ്ലീപ്പ് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്? എനിക്ക് ഇതുവരെയും ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടില്ല ബ്രോ. ഞാൻ എപ്പോഴും കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞാൽ കിടക്കുന്നത്, സത്യത്തിൽ ഞാൻ ഉറങ്ങുന്ന പോലുമില്ല. ഇങ്ങനെയൊക്കെ കുറേ പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ബ്രോ മനസ്സിലാക്കേണ്ടത്, ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ സെറ്റ് ചെയ്യുക. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ 10 മണിക്കാണ് കിടക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ 9:45 ആവുമ്പം ഫുഡ് കഴിക്കാൻ ഇരിക്കരുത്. ഇതാണ് എല്ലാവരും, എസ്പെഷ്യലി മലയാളികൾ ചെയ്യുന്ന ഒരു നമ്പർ 1 മിസ്റ്റേക്കാണ്. ഇത്രയുമായിട്ട് നമ്മൾ പഠിക്കാത്തൊരു മിസ്റ്റേക്കാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഏറ്റവും ലേറ്റ് ആയിട്ട്. ബ്രോ എങ്ങനെ നിങ്ങളുടെ ബോഡിക്ക് ആ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 hours എങ്കിലും മിനിമം വേണം നമ്മൾ കഴിച്ചൊരു ഫുഡ് നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടത്തില്ല. കാരണം നിങ്ങൾ ചക്ക പോലെയുള്ള ഫുഡ് കഴിച്ചിട്ടിരിക്കുക. എങ്ങനെ നിങ്ങളുടെ ബോഡിക്ക് ഉറങ്ങാൻ പറ്റും? എങ്ങനെ ഒരു ഡീപ്പ് സ്ലീപ്പ് കൊടുക്കാൻ പറ്റും? പറ്റത്തില്ല. ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ എൻവയോൺമെന്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ എങ്ങനെ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കിടക്കുമ്പോൾ നല്ലൊരു ബെഡ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കിടക്കുക, നല്ല ഒരു കംഫർട്ട്നെസ് കൊണ്ടുവരിക, ഒരു സ്മെല്ല് നല്ലോണം കൊണ്ടുവരിക, ഒരു കാമായൊരു കൂളായിട്ടുള്ളൊരു സിറ്റുവേഷൻ കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് തന്നെത്താനെ വീഴും. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീപ്പ് നിങ്ങൾക്ക് ഇന്ന് കിട്ടട്ടെ. ഈ വീഡിയോ രാത്രി 10 മണി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫക്ക് യു എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. സോ ബ്രോ, എന്തിനാണ് നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നത്? ഉറങ്ങും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സ്ലീപ്പ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ബ്രോ ഞാൻ നിങ്ങളോട് പറയുന്നു, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ് എന്ന് പറഞ്ഞത്. ഒരിക്കലും നമ്മൾ സ്ലീപ്പിനെ മിസ് ചെയ്തിട്ട് വേറെ ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പോകരുത് ബ്രോ, പോകരുത്. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണിത്. ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. ഐ എം fully grateful for it. You will never walk alone because we are the said
ഗ്രൂപ്പ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. ലവ് യു ബ്രദർ. ടാറ്റ.